വിവാദത്തിലേക്ക് നോക്കിയാലോ, ആ വിവാദത്തിൽ പക്ഷേ ഒരു ആയവുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ ക്രൈസ്തവ സഭകളെ അനുനയിപ്പിക്കാൻ സർക്കാരിന്റെ നിർണായക നീക്കം. ഭിന്നശേഷി സംവരണത്തിൽ NSSന് കിട്ടിയ ആനുകൂല്യം ഇനി മറ്റു മാനേജ്മെന്റ് സ്കൂളുകൾക്കും ലഭിക്കും. നിയമോപദേശത്തിന് പിന്നാലെ ഭിന്നശേഷി പോസ്റ്റുകൾ മാറ്റിവെച്ച എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപകരെ സ്ഥിരപ്പെടുത്താനുള്ള ഉത്തരവ് പുറത്തിറക്കി. പോസ്റ്റുകൾ മാറ്റിവെക്കാത്തവർ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. പ്രതികരണം കാണാം. എയ്ഡഡ് സ്കൂളുകളിൽ നിലവിലുള്ള സർക്കാർ നിർദ്ദേശപ്രകാരം ഭിന്നശേഷി നിയമനത്തിനായി വ്യവസ്ഥാപിതമായ തസ്തികകൾ മാറ്റിവച്ചിട്ടുള്ള മാനേജ്മെന്റുകളിൽ ഭിന്നശേഷി സംവരണ നിയമനവുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി പ്രൊഫഷണലായി ശമ്പള സ്കെയിൽ ദിവസവേതനം ജോലി ചെയ്യുന്ന ജീവനക്കാരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന സ്പെഷ്യൽ ലീവ് പെറ്റീഷനുകളുടെ അന്തിമ വിധിക്ക് വിധേയമായി ശമ്പള സ്കെയിലിൽ ക്രമീകരിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകുന്നു. ഭിന്നശേഷിക്കാരെ നിയമിക്കുന്നതിനായി മാറ്റിവച്ചിട്ടുള്ള തസ്തികകളിൽ അവരെ നിയമിക്കുന്നതിനുള്ള നടപടികൾ കോടതി വിധി പാലിച്ചുകൊണ്ട് മാനേജ്മെന്റ് സ്വീകരിക്കേണ്ടതാണ്. ഭാവിയിൽ മാനേജ്മെന്റ് നടത്തുന്ന എല്ലാ നിയമനങ്ങൾക്കും മേൽ സുപ്രീം കോടതി വിധി ബാധകമായിരിക്കും. ഭിന്നശേഷി നിയമനത്തിനായി ഇനിയും തസ്തികകൾ വിട്ടു നൽകാത്ത മാനേജർമാർ അടിയന്തരമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി തസ്തികകൾ വിട്ടു നൽകേണ്ടതാണ് എന്ന് കർശന നിർദ്ദേശം നൽകുന്നു. പ്രസാദ് ചേരുന്നു. പ്രസാദ്, അങ്ങനെ കേരളം ഒരുപാട് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന മറ്റൊരു വിവാദത്തിൽ നിയമോപദേശത്തിന് ശേഷം ഒരു ഉത്തരവുണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിക്കുന്നതിൽ നിന്ന് മനസ്സിലാവുന്നത്? ഇതിലിപ്പോൾ എന്തായാലും ഒരു NSSന് മാത്രമെന്തേ ഞങ്ങൾക്കൊന്നും ഇല്ലേ എന്നുള്ള ക്രൈസ്തവ സഭകളുടെയൊക്കെ ചോദ്യത്തിന് ഒരു മറുപടി ആവുന്നുണ്ടോ പ്രസാദ്? റോഷ്നി, ഇത് ക്രൈസ്തവ സഭകളുടെ ചോദ്യം മാത്രമായിരുന്നില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏറ്റവും വലിയ പ്രതിഷേധം കൂടി സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിൽ സഭകളെല്ലാം യോജിച്ച് നടത്തിയിരുന്നു. സഭകളെന്ന് മാത്രമല്ല, എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മാനേജ്മെന്റുകൾ എല്ലാവരും പ്രതിനിധാനം ചെയ്യുന്ന രീതിയിൽ വലിയ മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നമ്മളെല്ലാവരും കണ്ടതാണ്. നേരത്തെ തന്നെ സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ആ ആനുകൂല്യം അത് NSSന് മാത്രമായി കൊടുത്തതിനെതിരെ വലിയ പ്രതിഷേധമാണ് വ്യാപകമായി സർക്കാരിനെതിരെ ഉണ്ടായത്. ആ സമയത്ത് തന്നെ സർക്കാർ ഇതിൽ നിന്ന് മാറും എന്നൊരു സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. പലതവണ മന്ത്രി തന്നെ ഇക്കാര്യം പല ഘട്ടങ്ങളിലായി വ്യക്തമാക്കിയതുമാണ്. എല്ലാം നടപ്പിലാക്കിയത് സുപ്രീം കോടതിയുടെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെയാണ് അന്ന് മന്ത്രി പറഞ്ഞതെങ്കിൽ ഇന്ന് NSSന് കൊടുത്ത ആനുകൂല്യം എല്ലാ മാനേജ്മെന്റുകൾക്കും ബാധകമാക്കുന്നു എന്നുള്ളതുകൊണ്ട് ഏതാണ്ട് 25,000-ഓളം അധ്യാപകർ സംസ്ഥാനത്ത് അതിന്റെ ഗുണം കിട്ടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന സമയമാണ് റോഷ്നി ഏറെ നിർണായകം. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ക്രൈസ്തവയും മറ്റ് സ്ഥാപനങ്ങളെയും വെറുപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് സർക്കാരിന് പോകാൻ കഴിയില്ല. കാരണം കടുത്ത നിലപാട് അവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ് NSSന് കൊടുത്ത ആ ആനുകൂല്യം മറ്റ് മാനേജ്മെന്റുകൾക്ക് കൂടി കൊടുക്കുക എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നത്. അങ്ങനെ തീരുമാനിക്കാനുള്ള നിയമോപദേശവും ഇതിനകം തന്നെ കിട്ടിയിട്ടുണ്ട്. അക്കാര്യമാണ് ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയത്. സമീപകാലത്ത് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നായി ഇത് മാറുന്നു എന്നുള്ളത് തന്നെയാണ് റോഷ്നി. ടി വി പ്രസാദ് പറഞ്ഞു നിർത്തിയതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം തന്നെ സർക്കാർ കൈക്കൊള്ളുന്നു എന്നുള്ളത് വേണം ഇതിൽ നിന്നും കാണാൻ.